അല്പസമയം ദൈവവചനം നമ്മൾ ശ്രദ്ധയ്ക്കായി എടുക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവ് ശക്തനും വീരനുമാണെന്ന്. ഹല്ലേലൂയ. യേശു കർത്താവ് കൈവിടത്തില്ല, യേശു കർത്താവ് തള്ളിക്കളയത്തില്ല. എൻ്റെ യേശു വാക്ക് പറഞ്ഞാൽ ഒരിക്കലും വാക്ക് മാറത്തില്ല. ഹല്ലേലൂയ. എൻ്റെ യേശുവിൻ്റെ കയ്യിൽ അത്ഭുതമുണ്ട്. ഹല്ലേലൂയ. 7 നക്ഷത്രങ്ങൾ വലം കയ്യിൽ പിടിക്കുന്നവൻ. ഹല്ലേലൂയ. അവൻ്റെ കയ്യിൽ, എൻ്റെ യേശുവിൻ്റെ കയ്യിൽ സകല നന്മയും സകലതുമുണ്ട്. ആർക്കും എൻ്റെ യേശുവിനെ തടയാൻ പറ്റത്തില്ല. എൻ്റെ ദൈവം വിളിച്ചു പറഞ്ഞ് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചാൽ ആർക്കും തടയാൻ പറ്റത്തില്ല, ആർക്കും ആ പ്രവർത്തനത്തിനെ നിർത്താൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ കർത്താവ് ഒരു വാതിൽ തുറന്നാൽ ആർക്കും ആ വാതിൽ അടയ്ക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന് മഹത്വം. ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിച്ചവൻ. ഹല്ലേലൂയ. നിയമത്തെ മാറ്റിയവൻ. ഹല്ലേലൂയ. പാഴും ശൂന്യവുമായി കിടന്നതിനെ ജീവനിലേക്ക് കൊണ്ടുവന്ന എൻ്റെ നല്ല കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിനകത്ത് നമ്മൾ വരുമ്പോൾ യേശു കർത്താവിൻ്റെ മരണത്തെ നമ്മൾ കാണുന്നു. എൻ്റെ യേശു ഹല്ലേലൂയ ക്രൂശിക്കപ്പെടുന്ന അവസ്ഥ നമ്മൾ കാണുന്നു. അതിനകത്ത് 27-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 27 വേഴ്സ് നമ്പർ 62 until 66. മത്തായി സുവിശേഷം 27-ാം അധ്യായം 62 തൊട്ട് 66 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിനകത്തൊരു കൂട്ടം ജനത്തിനെ നമ്മൾ കാണുന്നു. അവർ ഫരിശിയരായിരുന്നു. ഫാരിസീസ് ആൻഡ് ദ ലീഡിങ് പ്രീസ്, പുരോഹിതന്മാരും ആ സമയത്തുള്ള നേതാക്കന്മാരെ പോലെയുള്ള ഫരിസിയരും ഒക്കെ. അവർ യേശു കർത്താവ് ക്രൂശിതനായി, യേശു കർത്താവിനെ അവർ അടക്കി. അരിമത്തിയക്കാരനായ ജോസഫിൻ്റെ കല്ലറയ്ക്കകത്ത് ജോസഫ് കൊണ്ടുവന്ന് അടക്കി യേശു കർത്താവിനെ. എല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം ശബത്ത് നാളിൽ അവർ പിലാത്തോസിനെ കാണാൻ ചെന്നു. പിലാത്തോസിനെ കാണാൻ ചെന്നത് എന്തുകൊണ്ടാണ്? അവരുടെ അകത്ത് യേശു കർത്താവ് പറഞ്ഞ ഒരു കാര്യം ഓർമ്മയിൽ കിടപ്പുണ്ടായിരുന്നു. യേശു കർത്താവ് പറഞ്ഞത്, യേശു 3-ാം നാൾ ഈ ശരീരത്തിനെ നിങ്ങൾ തകർത്ത് കളഞ്ഞാലും ഇത് 3-ാം നാളിൽ ഇത് ഉയർത്തെഴുന്നേക്കും, അല്ലേ? ഈ കെട്ടിടത്തിനെ, അങ്ങനെയാണ് യേശു പറഞ്ഞു, ഈ മന്ദിരം നിങ്ങൾ തകർത്താലും മന്ദിരം ഉയർത്തെഴുന്നേക്കും. അത് വീണ്ടും അത് യോജിച്ച് അത് പുതിയതായി എഴുന്നേറ്റ് വരും. അപ്പോൾ അവർക്കറിയാമായിരുന്നു യേശു മരിച്ചാലും മരിച്ച് അവിടെ കല്ലറയ്ക്കകത്ത് കിടക്കത്തില്ല എന്ന് പറഞ്ഞ് എൻ്റെ ഒറ്റ വിഷയം പോലും മരിച്ച അവസ്ഥയിൽ കിടക്കത്തില്ല, അതിന് ജീവനുണ്ടാകും. ഹല്ലേലൂയ. ഉറപ്പ്. യേശു ജീവനോടെ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് എൻ്റെ ജീവിതത്തിനകത്തെ ഒറ്റ വിഷയം പോലും മരിച്ചു കിടക്കത്തില്ല, അത് ജീവനുണ്ടാകും. ഹല്ലേലൂയ. അത് ജീവിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. അപ്പം ഇവർ പറഞ്ഞു, ഇവരുടെ അകത്ത് ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് പിലാത്തോസിനോട് പറയുക, ഓർക്കുന്നുണ്ടോ, അവൻ 3-ാം നാളിൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും എന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ അവരുടെ അകത്ത് ഭയം കയറി. ഹല്ലേലൂയ. ഇന്ന് സ്തോത്രം, യേശു കർത്താവ് ജീവനോടെ ഇരിക്കുന്നത് കൊണ്ട് മറ്റുള്ള അധികാരങ്ങൾക്കും വാഴ്ചകൾക്കും എല്ലാറ്റിനും പേടിയാ. എന്താ? ഹല്ലേലൂയ. ഉറപ്പായിട്ടും യേശുവിൻ്റെ പുനരുദ്ധാന ശക്തി നമ്മളിലും വ്യാപരിക്കുന്നത് കൊണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ വ്യാപരിക്കുന്നത് കൊണ്ട് ആ വിഷയങ്ങളൊന്നും മരിച്ച അവസ്ഥയിൽ കിടക്കത്തില്ല, അത് ഉയർത്തെഴുന്നേൽക്കും. അത് പുനരുദ്ധാനത്തിൻ്റെ ശക്തി അതിൻ്റെ മേൽ വ്യാപരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് എല്ലാ വാഴ്ചകളും അധികാരങ്ങളും പിശാചും ഭയക്കുന്നത് യേശുവിൻ്റെ ഈ പുനരുദ്ധാന ശക്തിയാണ്. അപ്പോൾ അവർ വന്നിട്ട് അവർ പറയുക, ഓർക്കുന്നുണ്ടോ, അവൻ 3-ാം നാളിൽ അവൻ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കും എന്നവൻ പറഞ്ഞു. ആഫ്റ്റർ 3 days I will rise from the dead. ഹല്ലേലൂയ. എങ്ങനെ യേശു പറഞ്ഞു എന്നവർ പിലാത്തോസിനെ ചെന്ന് ഓർമ്മിപ്പിക്കുക. മത്തായി സുവിശേഷം 27-ന്റെ 62-63, 62 and 63, മാത്യു 27. എന്നിട്ട് അവരൊരു റിക്വസ്റ്റ് ഇട്ടു. 64-ാം വാക്യത്തിനകത്ത് വേഴ്സ് നമ്പർ 64 അവരൊരു അപേക്ഷ ഇട്ടു. സോ വി റിക്വസ്റ്റ് that you seal the tomb until the 3rd day. This will prevent his disciples from coming and stealing his body and then telling everyone he was raised from the dead. If that happens, we will be worse off than we were at first. അതിൻ്റെ 64-ാം വാക്യം ഒന്ന് നമുക്ക് വായിക്കാം. മത്തായി 27-ന്റെ 64.
അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. കണ്ടോ, അവരുടെ പൊസിഷനൊന്നും പോകാതിരിക്കാൻ, അവരുടെ പൊസിഷനൊന്നും വീണു പോകാതിരിക്കാൻ, അവരുടെ സ്ഥാനമൊന്നും ഇളകാതിരിക്കാൻ, അവരുടെ ഏരിയ ഒന്ന് സുരക്ഷിതമാകാൻ വേണ്ടി അവർ പിലാത്തോസിനോട് ചെന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, അവിടെ ആ യേശു കിടക്കുന്ന കല്ലറ നിങ്ങളതൊന്ന് സീൽ ചെയ്യുക. എങ്ങനെയാണ് സീൽ ചെയ്യുന്നത്? റിബണിട്ട് കെട്ടുവല്ല, ഒരു വയറിട്ട് കെട്ടുവല്ല, ഇമ്പീരിയൽ മുദ്രയും കൊണ്ട് സീൽ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ മുദ്രയും കൊണ്ട് സീൽ ചെയ്യാൻ. ആര് അവനെ കൊന്നോ ആ കൊന്നവരുടെ അധികാരം കൊണ്ടൊന്ന് സീൽ ചെയ്യാൻ. ഓ ഹല്ലേലൂയ, സ്തോത്രം. എന്ന് പറഞ്ഞാൽ അവകാശം പറഞ്ഞു വെക്കുന്നതിനെയും കൊണ്ടൊന്ന് സീൽ ചെയ്യാൻ. ചിലതൊക്കെ അവകാശം പറഞ്ഞ് മുദ്ര വെച്ചിരിപ്പുണ്ട്. ചില ശക്തികളൊക്കെ പറയുന്നുണ്ട് മുന്നോട്ട് വിടത്തില്ല, നടത്തി തരത്തില്ല, ജീവിപ്പിക്കത്തില്ല എന്നൊക്കെ വിളിച്ചു പറയുന്നതിനെയും കൊണ്ട് ഒന്ന് സീൽ ചെയ്യാനായിട്ടല്ലേ അവരൊക്കെ അതാ പറഞ്ഞത്. ഈ പിലാത്തോസ്, റോമൻ ഗവൺമെൻറ്റും ഫരിഷ്യരും മുഖ്യ പ്രമാണികളും ഒക്കെ അവിടുത്തെ പുരോഹിതന്മാർ, യെരൂസലേമിൽ ഉണ്ടായിരുന്ന പുരോഹിതന്മാരും ഒക്കെ അങ്ങനെയാണ് പറഞ്ഞത്. യേശുവിനെക്കുറിച്ച് പറഞ്ഞു, നിന്നെ ജീവിപ്പിക്കാൻ അനുവദിക്കത്തില്ല, നീ വയസ്സാകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, നീ വാഴാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, നീ അനുഗ്രഹിക്കപ്പെടാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല, അല്ലെങ്കിൽ നിൻ്റെ പേര് മറ്റുള്ളവരറിയാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അവർക്കൊക്കെ അസൂയായിരുന്നു. ഇതൊക്കെ പറഞ്ഞ് അവരെന്ത് ചെയ്തു? അവർ ഗവൺമെൻറ്റിൻ്റെ മുദ്രയും കൊണ്ട് യേശുവിൻ്റെ കല്ലറയെ മുദ്ര വെക്കാനായിട്ട് അവർ തീരുമാനിച്ചു. അല്ലെങ്കിൽ അവർ ആ ഐഡിയ പിലാത്തോസിൻ്റെ അകത്ത് ഇട്ടുകൊടുത്തു. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ഏത് ശക്തി എവിടെ എഴുന്നേറ്റാലും ഞാൻ പറയട്ടെ, അതൊന്നും വാഴത്തില്ല, ഒറ്റ ശക്തിയും വാഴത്തില്ല. സ്തോത്രം. ഇവർ ഈ ഐഡിയ എല്ലാം ഇട്ടുകൊടുത്തു, യേശുവിൻ്റെ കല്ലറ സീൽ ചെയ്തു. പിലാത്തോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, 65-ാം വാക്യം, വേഴ്സ് നമ്പർ 66. Pilate replied, "Take guards and secure it the best you can." So they sealed the tomb and posted guards to protect it. അവരെന്തൊക്കെ ചെയ്തു? അവര് ഇമ്പീരിയൽ മുദ്ര വെച്ച് അവരെ കല്ലറ മുദ്ര വെച്ചു. 2, അവര് കാവൽ ഭടന്മാരെ അവിടെ കാവൽ നിർത്തി. അവർ 2 കാര്യങ്ങൾ ചെയ്തു. അവർ മുദ്രയും വെച്ചു, കാവൽ ഭടന്മാരെ അവിടെ കാവൽ നിർത്തി. എന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ സൈന്യം, അല്ലെങ്കിൽ ആരാണോ യേശു കർത്താവിനെ കൊന്നത്, ആ ഒരു എതിരാളികളെ കൊണ്ട് അവിടെ ഗാർഡ് വെച്ചു. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ തീർച്ചയായിട്ടും ഭയങ്കര തീവ്ര സ്പിരിറ്റോടെ അവർ ഗാർഡ് ചെയ്യും, അല്ലേ? യേശു എഴുന്നേറ്റ് വരുന്നതെന്ന് ഞങ്ങൾ കാണട്ടെ, അഥവാ കണ്ടാൽ ഞങ്ങൾക്കറിയാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. എങ്ങനെ ക്ഷീണിച്ച് തളർന്ന ആ വ്യക്തി ഒന്ന് പൊങ്ങി വരട്ടെ, പൊങ്ങി വരുമ്പം ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, അല്ലേ? ഒന്നിൽ തിരിച്ചവനെ കല്ലറയ്ക്കകത്തിടാം, അല്ലെങ്കിൽ അവനെ ഞങ്ങൾ കെട്ടിവെക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ അവനെ കൊന്നുകളയാം. അങ്ങനെയൊക്കെ നല്ല തീരുമാനത്തോടെ അവരെ അവിടെ പിടിച്ചു നിർത്തിയത്. ഹല്ലേലൂയ. പക്ഷേ ഞാൻ പറയട്ടെ, മരണത്തിന് യേശുവിനെ പിടിച്ചടക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. ഒരു ഇമ്പീരിയൽ മുദ്രയ്ക്കും യേശുവിനെ അവിടെ ഒതുക്കി വെക്കാൻ പറ്റിയില്ല. രാജ്യത്തിൻ്റെ നിയമത്തിന് യേശുവിനെ അവിടെ ഒതുക്കി കളയാൻ സാധിച്ചില്ല. ആരുടെയും ഗൂഢാലോചനയും യേശുവിനെ തകർത്ത് കളയാൻ സമ്മതിച്ചില്ല. ഇന്ന് വചനം പറയുന്ന, നിനക്കെതിരായി ഒരു ആയുധവും ഫലിക്കത്തില്ല എന്ന വചനം പറയുന്നത്. സ്തോത്രം. ആരുടെ ഒരു ഗൂഢാലോചന ഫലിക്കത്തില്ല. സ്തോത്രം. ഇന്ന് ആരെങ്കിലുമൊക്കെ ആരുടെയൊക്കെ ഗൂഢാലോചന ഭയന്ന് ഇരിപ്പുണ്ടോ? അവർ ഞാൻ കേൾക്കാതെ, ഞാൻ അറിയാതെ എൻ്റെ പിൻപിൽ നിന്ന് എന്നെക്കുറിച്ച് കുറ്റം പറയുന്നു, എന്നെക്കുറിച്ച് എനിക്കെതിരായി അവർ പ്രവർത്തിക്കുന്നു എന്നൊക്കെ ഭയന്നിരിപ്പുണ്ടോ? ഞാൻ പറയട്ടെ, സ്വർഗം ആ ഗൂഢാലോചനകൾ കേട്ടിട്ടുണ്ട്, കേൾക്കുന്നുണ്ട്. അത് പൊളിച്ചു കളയാനായിട്ട് എൻ്റെ യേശുവിന് വലിയ സമയമൊന്നും വേണ്ട. അത് പൊളിച്ചു കളയാനായിട്ട് എൻ്റെ കർത്താവിന് അധികം പണിയൊന്നും പെടണ്ട. എൻ്റെ കർത്താവൊന്ന് നോക്കിയാൽ മതി, കാറ്റും കോളും അടങ്ങുമെങ്കിൽ. എൻ്റെ കർത്താവൊന്ന് നോക്കിയാൽ മതി, കടൽ ശോഭിതനായ കടലൊന്ന് ഒതുങ്ങുമെങ്കിൽ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ഒന്ന് നോക്കിയാൽ മതി, ശത്രുവിൻ്റെ സൈന്യം വട്ടുപിടിച്ചു പോയി. ഹല്ലേലൂയ. ചെങ്കടലിനകത്ത് കിടന്ന ദൈവത്തിൻ്റെ ജനത്തിൻ്റെ പിന്നാലെ
ഇറങ്ങിച്ചെന്ന ശത്രു സൈന്യത്തിനെ കുറിച്ച് കർത്താവ് പറയുന്നു, വചനം പറയുന്നു, സ്വർഗത്തിൽ നിന്ന് കർത്താവായ എതിർ സൈന്യത്തെ ഒന്ന് നോക്കി അവർ പരിഭ്രാന്തരായി, അവർക്ക് എന്തു ചെയ്യണമെന്നറിയാൻ മേലാതായിപ്പോയി. അവരും മുങ്ങി, അവരുടെ ചാരിയറ്റും മുങ്ങി, അവരുടെ എല്ലാം കുതിരയും പട്ടാളവും എല്ലാം ചെങ്കടലിനകത്ത് മുങ്ങിപ്പോയി. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഇന്ന് ആരെങ്കിലുമൊക്കെ ഭയക്കുന്നുണ്ടോ? അങ്ങനെ വീണ്ടും പരിശുദ്ധാത്മാവ് ബലത്തോടെ പറയുന്നു, ഇന്ന് ആരെങ്കിലുമൊക്കെ ഭയക്കുന്നുണ്ടോ? ഞാൻ കേൾക്കാതെ, ഞാൻ കാണാതെ, ഞാൻ അറിയാതെ എനിക്കെതിരെ ഗൂഢാലോചനകൾ ചെയ്യുന്നു, അവർ പണിയുണ്ടാക്കുന്നു, അവർ പലതും പറയുന്നു, പലതും കെട്ടുകഥകൾ ഉണ്ടാക്കി എൻ്റെ എതിരെ അവരിറങ്ങുന്നു. ചിലപ്പോൾ മറ്റാരെങ്കിലോടും ഒക്കെ പറയുമായിരിക്കും, ഹല്ലേലൂയ, നിങ്ങളെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, എൻ്റെ അപ്പായുടെ കണ്ണ് ഒന്ന് അതിൻ്റെ മേൽ കണ്ടാൽ മതി. കർത്താവ് കാണുന്നുണ്ട്, കർത്താവ് കേൾക്കുന്നുണ്ട്. ആ പറഞ്ഞു നടക്കുന്നവരുടെ വിഷയം കർത്താവ് പരിഭ്രാന്തരെ പോലെ ആക്കിക്കളയും, കൺഫ്യൂഷൻ കൊണ്ടിടും. ഹല്ലേലൂയ. എന്നുവെച്ചാൽ വചനം പറയുന്നേ, നിനക്കെതിരായി ഒരായുധവും ഫലിക്കത്തില്ല. ഹല്ലേലൂയ. ഒറ്റ ആലോചന ഫലിക്കത്തില്ല. എൻ്റെ യേശു കർത്താവിൻ്റെ എതിരെ അവർ ആലോചന ഉണ്ടാക്കി, അവർ യേശുവിനെ കൊന്നുകളയുക മാത്രമല്ല, അവർ യേശു കർത്താവ് മരിച്ചു കിടന്ന് കഴിഞ്ഞപ്പോഴും അവർ ചെന്നിട്ട് അവർ ആലോചനയുണ്ടാക്കി, നമുക്ക് മുദ്ര വെക്കാം, നമുക്ക് ഗാർഡിനെ നിർത്താം, അഥവാ അവൻ എഴുന്നേറ്റ് വന്നാലോ. പക്ഷേ നമ്മൾ കാണുന്നു, ഹല്ലേലൂയ, അവർ തെറ്റിപ്പോയി, അവരുടെ എല്ലാ ആലോചനകളും പൊളിഞ്ഞുപോയി. ഇന്ന് പറഞ്ഞ് എനിക്കെതിരായി പണിതിരിക്കുന്ന സകല ആലോചനകളും പൊളിഞ്ഞു പോകും. ഹല്ലേലൂയ. എതിരായി നമ്മൾക്കെതിരായി മനുഷ്യൻ്റെ ആലോചനയും പിശാചിൻ്റെയും സൈന്യത്തിൻ്റെയും ആലോചനയും സകലതും പൊളിച്ചു കളയുന്ന നല്ല കർത്താവ്. എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിക്ക്, നമ്മളുടെ ജീവിതത്തിനകത്ത് എൻ്റെ കർത്താവിൻ്റെ പദ്ധതിക്കെതിരായി ഒരു ശക്തിക്കും നിൽക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരായി റോമൻ ഗവൺമെൻറ്റിന് നിൽക്കാൻ സാധിച്ചില്ല. ഹല്ലേലൂയ. ഒരു സൈന്യത്തിനും നിൽക്കാൻ സാധിച്ചില്ല. 28-ാം അധ്യായത്തിനകത്ത് വരും. അപ്പം ഇവരെന്ത് ചെയ്തു? ഇവർ മുദ്ര വെക്കുക മാത്രമല്ല, ഇവർ കാവൽ ഭടന്മാരെയും കൂടെ അവിടെ നിർത്തി, ഉറക്കമില്ലാതെ അവർ കാവൽ നിന്നു, ഉറക്കമില്ലാതെ അവർ പണിതു. സ്തോത്രം. ഒരു വഴിയെ വരുന്ന ശത്രു ഉറപ്പായിട്ടും 7 വഴിയെ ചെതറിപ്പോകും. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയണം, എനിക്കെതിരെ ഒരു വഴിയെ വരുന്ന ശത്രു 7 വഴിയെ ചെതറിപ്പിച്ച് കളയുന്ന നല്ല കർത്താവ്. ഹി റൗട്ട്സ് ദി എനിമി. ഹല്ലേലൂയ. സ്തോത്രം. 28-ാം അധ്യായത്തിനകത്ത് വരുമ്പോൾ അതിൻ്റെ തിരുവചനം പറയുന്നു, എന്ത് സംഭവിച്ചു? എത്ര മുദ്രയുണ്ടെങ്കിലും, എത്ര എന്തുണ്ടെങ്കിലും, ഹല്ലേലൂയ, അതിനെ പൊളിച്ചു കളയാനായിട്ട് സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരെ ഇറക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് ഏതെങ്കിലും വിഷയത്തിനകത്ത് ഇന്ന് ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടോ? നാളുകളായി ഇത് അടഞ്ഞു പൂട്ടിക്കിടക്കുന്നു, ഇതിനകത്തൊന്ന് തുറന്നൊന്ന് പുറത്തു വരുന്നില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്നുണ്ടോ? വ്യക്തികളെക്കുറിച്ച് ഭാരപ്പെടുന്നുണ്ടോ? സ്തോത്രം. അവരെ അടക്കപ്പെട്ട വിധത്തിലാണ് കിടക്കുന്നത്, പുറത്തൊന്നും വരുന്നില്ലല്ലോ എന്നൊക്കെ ഭാരപ്പെടുന്നുണ്ടോ? ഞാൻ പറയട്ടെ, സ്വർഗത്തിൽ നിന്ന് എൻ്റെ കർത്താവ് ദൂതനെ ഇറക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിനകത്ത് വരുമ്പം കാവൽ ഭടന്മാരുണ്ടെങ്കിലും മുദ്രയുണ്ടെങ്കിലും അവിടെ ചെയ്തതെന്തുവാ? ദൂതനെ കർത്താവ് ഇറക്കി. ഇന്നൊന്ന് പറഞ്ഞ്, എൻ്റെ വിഷയത്തിനകത്ത് ദൂതനെ കർത്താവ് ഇറക്കും. ഹല്ലേലൂയ. ദൂതൻ അവിടെ ഇറങ്ങിയിട്ട് ആ വാക്യം ഒന്ന് വായിക്കാം. 2-ാം വാക്യം 28-ന്റെ 2 മത്തായി സുവിശേഷം. വലിയൊരു ഭൂകമ്പം ഉണ്ടായി. അവിടെ എന്ത് സംഭവിച്ചു? ഒരു ഭൂകമ്പം ഉണ്ടായി. ഇന്നെന്ന് പറഞ്ഞ് ചില ഭൂകമ്പങ്ങളൊക്കെ നന്മയ്ക്ക്. ഹല്ലേലൂയ. ചിലതൊക്കെ ഇളകി മറിഞ്ഞ് ജീവിതത്തിനകത്താണേലും ഒരു ഐഡിയ കിട്ടാത്ത വിധത്തിൽ ഇളകി മറിഞ്ഞ അവസ്ഥയിൽ കിടപ്പുണ്ടോ? ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അത് നന്മയ്ക്ക്, അത് നല്ലതായി തീരാൻ പോകുക. ഒരു ഭൂകമ്പം സംഭവിച്ചു, എന്നിട്ട് കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്തു? കല്ലുരുട്ടി നീക്കിയിട്ട് അതിൻ്റെ മേൽ ഇരുന്നു. ഹല്ലേലൂയ. ചില അസ്വസ്ഥതകളൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ അനുഭവിക്കുവാണെങ്കിൽ ഭയപ്പെടേണ്ട. കർത്താവ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് നന്മയ്ക്കാക്കി തീർക്കുക. ഹല്ലേലൂയ. എൻ്റെ യേശു കർത്താവിനെ മുദ്ര വെച്ച കല്ല്, ആ റോമൻ ഗവൺമെൻറ്റിൻ്റെ സീല്, ഒരു മനുഷ്യരും അത് അഴിക്കത്തില്ല, ഒരു മനുഷ്യർക്കും അത് പൊട്ടിച്ചു കളയാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ നിന്ന് ദൈവം ഇടപെട്ടു. ഇന്ന് മനുഷ്യരാൽ ചെയ്യാൻ പറ്റാത്ത അത്ഭുതം ചെയ്യാൻ വേണ്ടിയാ എൻ്റെ കർത്താവ്
ഇറങ്ങിയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നൊന്ന് വിളിച്ചു പറഞ്ഞേ, ഒരു മനുഷ്യർക്കും എന്നെ സഹായിക്കാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷേ എൻ്റെ സ്വർഗത്തിന് എന്നെ സഹായിക്കാൻ പറ്റും. ഇന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ എന്നെ സഹായിക്കാൻ ആരുമില്ല, കണ്ടോ ഞങ്ങളുടെ വിഷയത്തിനകത്ത് ആർക്കും ഒരു ശ്രദ്ധയില്ല, ആരും ഞങ്ങളെ അന്വേഷിക്കുന്നില്ല, മനുഷ്യരുടെ സഹായമല്ല. ഇന്ന് പറഞ്ഞേ, എനിക്ക് മനുഷ്യരുടെ സഹായം വേണ്ട, എനിക്ക് സ്വർഗത്തിൽ നിന്ന് സഹായം മതി. സ്വർഗത്തിൽ നിന്ന് സഹായം ഇറക്കിയാൽ സ്വർഗത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ചെയ്യും. ഹല്ലേലൂയ. സ്വർഗം ഒരു വിഷയത്തിനകത്ത് ഇടപെട്ടാൽ സ്വർഗത്തിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഒരു നിലവാരമുണ്ട്. എൻ്റെ കർത്താവ് അങ്ങനെ ചെയ്യത്തുള്ളൂ. വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ ഒരു കല്ലറ പൊട്ടിക്കുന്നത്, ദൂതൻ ഇറങ്ങി വന്നിട്ട് കല്ലറ പൊട്ടിക്കുന്നതോ കല്ലുരുട്ടി മാറ്റുന്നോ? ഇന്ന് ഏതെങ്കിലും വിഷയത്തിൻ്റെ നടുവിൽ നിന്ന് ഇതാരുരുട്ടി മാറ്റും, ഇതെന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇന്ന് വിളിച്ചു പറയണം, സ്വർഗം തന്നെ അതിൻ്റെ മേലിറങ്ങും. ദൂത സൈന്യത്തിനെ കർത്താവ് ഇറക്കും. ദൂത സൈന്യത്തിനെ ഇറക്കിയിട്ട് മുദ്രയും പൊട്ടിച്ചു, കല്ലും മാറ്റി, എല്ലാം ഉരുട്ടി മാറ്റിയിട്ട് തിരുവചനം പറയുന്നു, 4-ാം വാക്യത്തിനകത്ത് പറയുന്നു, കാവൽ ഭടന്മാര് പരിഭ്രാന്തരായിപ്പോയി. ഹല്ലേലൂയ. The gods shook with fear when they saw him and they fell into a dead faint. ഹല്ലേലൂയ. ആര് കാവൽ നിന്നോ, നിന്നെ മുന്നോട്ട് വിടത്തില്ല, നിന്നെ അടച്ചു പൂട്ടി അവിടെ വെക്കും, ഞങ്ങളൊന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് അതെല്ലാം പരിഭ്രാന്തരായിപ്പോയി. ഇന്ന് പറഞ്ഞ് ശത്രുവും ശത്രുവിൻ്റെ സൈന്യവും പരിഭ്രാന്തരായി പോകും. ഹല്ലേലൂയ. ഇന്ന് അടക്കി വെച്ചിരിക്കുന്ന സകല ശക്തികളും യേശു കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ അവർ പരിഭ്രാന്തരായി പോകും. ഇന്ന് പറഞ്ഞ് എൻ്റെ യേശുവിനെ റോമൻ ഗവൺമെൻറ്റിന് ഒതുക്കാൻ പറ്റിയില്ല, സൈന്യത്തിനും ഒതുക്കാൻ പറ്റിയില്ല, മരണത്തിനും ഒതുക്കാൻ പറ്റിയില്ല, എന്നെയും ആർക്കും ഒതുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിനകത്തും എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിനകത്തും ഹല്ലേലൂയ ഇതിനൊന്നിനും ഒതുക്കാൻ പറ്റത്തില്ല. സ്തോത്രം. കൊളോസ്യരുടെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യത്തിനകത്ത് ഇങ്ങനെ ദൈവവചനം വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. നമുക്കെതിരായുള്ള സകല വിരോധമായി നിന്ന് കൈയെഴുത്തുകളെയും യേശു കർത്താവ് നീക്കിക്കളഞ്ഞു. അതിനെ എങ്ങനെ നീക്കിക്കളഞ്ഞു? കാൽവരി ക്രൂശിൽ തറച്ച് നീക്കിക്കളഞ്ഞു. യേശു കർത്താവിൻ്റെ കാൽവരി ക്രൂശിൽ നിങ്ങൾക്കും എനിക്കും എതിരായി നിന്ന സകല തടസ്സങ്ങളും ഇന്ന് വിളിച്ചു പറയേണ്ടത്, അയ്യോ എന്തുവാ കർത്താവേ, തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ. ആ മറ്റ് ചുറ്റിനും ഇരിക്കുമ്പം അപ്പുറവും ഇപ്പുറവും നോക്കിയിട്ട് പറയല്ലേ, ഇതെന്തുവാ, എന്തൊരു തടസ്സമാ, ഇങ്ങനത്തെ ഒരു വാക്ക് വായിന്ന് വീഴല്ലേ. ചിലവർക്കത് കൂടപ്പുറപ്പാ, അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരത്തില്ല, പറഞ്ഞുകൊണ്ടേ ഇരിക്കും, എന്തൊരു തടസ്സമാ, അയ്യോ എന്തൊരു വിഷയമാ. വിഷയം ഇല്ലേലും വിളിച്ചു വരുത്തും. സ്തോത്രം. ഇന്ന് വിളിച്ചു പറയേണ്ടത്, ഒറ്റ തടസ്സവും എൻ്റെ മുമ്പിൽ നിൽക്കത്തില്ല. എന്തുകൊണ്ടാ? വചനം പറയുന്നു. ഹല്ലേലൂയ. അതിൻ്റെ 14-ാം വാക്യം പറയുന്നു, നിനക്കെതിരായും വിരോധമായും നിന്ന സകല കൈയെഴുത്തുകളെയും കാൽവരി ക്രൂശിൽ തറച്ച് നാം എനിക്കും നിങ്ങൾക്കും വിരോധമായി നിന്ന സകലത്തിനെയും എടുത്തു മാറ്റി. അന്ന് വായിക്കാം. 2:14. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു, നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൽപ്പനകളെ അവൻ മായിച്ച് ക്രൂശിൽ തറച്ച് നമ്മുടെ മധ്യയിൽ നിന്നും നീക്കിക്കളഞ്ഞു. അല്ലേ എന്ന് പറഞ്ഞ് എനിക്കെതിരായുള്ളതെല്ലാം നീങ്ങിപ്പോയിരിക്കുക. സ്തോത്രം. എനിക്കെതിരായി ഇനി ഒന്നുമില്ല, എനിക്കെതിരായി ഒരു ശക്തിയുമില്ല, എനിക്കെതിരായി ഒരു വ്യക്തിയുമില്ല, എനിക്കെതിരായി ഒരു വിഷയമില്ല എന്ന് വിളിച്ചു പറഞ്ഞ് എനിക്ക് വേണ്ടി സകലതും അനുകൂലമാണ്. അല്ലേ, എനിക്ക് വേണ്ടി സകല സാഹചര്യവും അനുകൂലമാണ്. ഞാനൊന്ന് ചെന്ന് നിന്നാൽ മതി. ആ ഇലക്ട്രോണിക് ഡോറിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നാലല്ലേ ഡോറ് തുറക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതേപോലെ ഞാനൊന്ന് ഇറങ്ങിയാലല്ലേ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ കർത്താവിന്. എന്ന് പറഞ്ഞ് ഞാൻ തയ്യാറാ. എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ അത്ഭുതം കാണുക തന്നെ ചെയ്യും. സ്തോത്രം. ഒരു ഇമ്പീരിയൽ മുദ്രയ്ക്കും എന്നെ പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല, ഒരു രാജ്യത്തിൻ്റെ നിയമത്തിനും എന്നെ ഒതുക്കാൻ പറ്റത്തില്ല, ഒരു പാരമ്പര്യവും എന്നെ പിടിച്ചു കെട്ടത്തില്ല, ഒരു സാഹചര്യവും എനിക്കെതിരായി നിൽക്കത്തില്ല എന്ന് വിളിച്ചു പറഞ്ഞ് എനിക്കെതിരായി ആർക്കും നിൽക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ കൂടെയുള്ളത് കൊണ്ട്, കർത്താവിൻ്റെ വചനം പറയുന്നു, യേശുവിൻ്റെ കൂടെയുള്ളത് കൊണ്ട് എനിക്ക് എല്ലാം എനിക്ക് സാധ്യമാണ്. ഹല്ലേലൂയ. എന്നിട്ട് കൊളോസ്യർ ലേഖനം 2:15 പറയുന്നു, ഇൻ ദിസ് വേ ഹി ഡിസാംഡ് ദ സ്പിരിച്വൽ റൂലേഴ്സ് ആൻഡ് അതോറിറ്റീസ്. കണ്ടോ, യേശു കർത്താവ് അവിടെ ദൂതൻ അവിടെ ഇറങ്ങി മുദ്ര പൊട്ടിച്ചപ്പോൾ വചനം പറയുന്നു, ആ കാവൽ ഭടന്മാർ അവർ ഭയം കൊണ്ട് വിറച്ചു,
അവർ മരിച്ചവരെ പോലെ ആയിപ്പോയെന്ന്, അവർ ബോധം കെട്ടുപോയെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ തിരുവചനം ഇവിടെ കൊളോസ്യരുടെ ലേഖനം 2:15 പറയുന്നു, അവൻ നമ്മൾക്കെതിരായി നിന്ന വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധം ഇല്ലാതെയാക്കി തീർത്തു. അല്ലേ? ആ കല്ലറയ്ക്ക് അവിടെ നടന്ന സംഭവം തന്നെ അവിടെ വിളിച്ചു പറയുന്നേ. ആയുധമില്ലാത്തതിനെ പോലെ ആക്കി തീർത്ത് അവരെ പബ്ലിക്കായിട്ട് കളിയാക്കി. ഓ സ്തോത്രം. എന്നിട്ട് ജയം കൊണ്ടാടി. ഇന്ന് ജയാളിയായവനെയാ സേവിക്കുന്നത്. കാൽവരി ക്രൂശിൽ മരിച്ചു കിടക്കുന്നവനെ അല്ല സേവിക്കുന്നത്. കല്ലറെ പൊട്ടിച്ച് പുറത്തിറങ്ങി ജയം കൊണ്ടാടിയവനെയാ സേവിക്കുന്നത്. ഹല്ലേലൂയ. ജയാളിയെ സേവിക്കുന്നവരെല്ലാം ജയിച്ചവരാ എന്ന് പറഞ്ഞ് ഞാൻ ജയിച്ച വ്യക്തിയാ, ഞാൻ വിഷയത്തിൻ്റെ നേരെ ജയിച്ച വ്യക്തിയാ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കാണുന്ന ചെറിയ ചെറിയ വാലൊക്കെ ഇട്ട് ആട്ടുന്ന പോലത്തെ വിഷയങ്ങൾ, അതിനെയൊക്കെ നോക്കിയിട്ട് പറയണേ എനിക്ക് ഭയമില്ല, ഞാൻ ജയിച്ചവനാ. ഹല്ലേലൂയ. യേശുവിനോടൊപ്പം ഞാൻ ജയിച്ചവനാ. കല്ലറയ്ക്കകത്ത് യേശുവിനെ ഒതുക്കാൻ പറ്റിയില്ലെങ്കിൽ, റോമൻ ഗവൺമെൻറ്റിൻ്റെ മുദ്ര അവനെ ഒതുക്കാൻ പറ്റിയില്ലെങ്കിൽ, ഹല്ലേലൂയ, എതിര് പറഞ്ഞ എല്ലാ ചാർജസും യേശുവിനെ ഒതുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് എന്നെയും നിങ്ങളെയും ഒതുക്കാൻ സാധ്യമല്ല. യേശുവിനെയാണോ സേവിക്കുന്നത്? യേശുവുമായിട്ട് കൂട്ടായ്മയുണ്ടോ? യേശുവിനെ പോലെയാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ടോ? ഉറപ്പായിട്ട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഒന്നിനും, ഒരു സാഹചര്യത്തിനും, ഒരു വിഷയത്തിനും, ഒരു പ്രതിസന്ധിക്കും, ഒരു മനുഷ്യരുടെ ഗൂഢാലോചനയ്ക്കും, ആരുടെയും വാക്കിനോ ഒന്നിനും എന്നെയും നിങ്ങളെയും ഒതുക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. വിളിച്ചു പറയണം, എനിക്കെതിരും വിരോധവുമായി നിന്ന സകല കൈയെഴുത്തുകളും മായ്ച്ചു കളഞ്ഞു. കാൽവരി ക്രൂശിൽ മായ്ച്ചു കളഞ്ഞു. ഇത് പിശാചിന് അറിയാതായിപ്പോയി. അല്ലേ? എന്താ, യേശു മരിച്ചാൽ ഉയർത്തെഴുന്നേക്കുമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും യേശുവിനെ കൊന്നുകളയാൻ ശ്രമിക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ് എനിക്ക് വിരോധമായി നിൽക്കുന്നതിനെയൊക്കെ അനുകൂലമാക്കാൻ ശക്തിയുണ്ട് കർത്താവിന്. ഹല്ലേലൂയ. യേശു കർത്താവിന് വിരോധമായി നിന്ന മരണത്തിനെ ജയമാക്കി തീർത്തു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മളായിരിക്കുന്ന വിരോധമായ സാഹചര്യത്തിനെ സകലത്തിനെയും നന്മയ്ക്കാക്കി തീർക്കാൻ എൻ്റെ കർത്താവിന് സാധിക്കും. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയണം, ഞാൻ കർത്താവിനെ സേവിക്കുന്നത് കൊണ്ട്, യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് എനിക്കെതിരായി നിൽക്കുന്ന സകലതും നന്മയ്ക്കായി തീരും. എനിക്കെതിരായി നിൽക്കുന്ന സകല സാഹചര്യവും നന്മയായി തീരും. ഹല്ലേലൂയ. നല്ല ദിവസങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഉയർച്ച അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. തീർന്നിട്ടില്ല. ഹല്ലേലൂയ. ഒന്നിനും ഒതുക്കാൻ സാധ്യമല്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിരോധവും എതിരുമായി നിന്ന സകലതും അനുകൂലവും അനുഗ്രഹവും ആയി തീരുന്നതിനെ ഓർത്ത് സ്തോത്രം പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വീണ്ടും നിർബന്ധമായി ഇങ്ങനെ തന്നെ പറയുന്നു, ആരോ ഒക്കെ ഭയക്കുന്നുണ്ട്, ഞാൻ അറിയാതെ, ഞാൻ കേൾക്കാതെ എനിക്കെതിരെ ഗൂഢാലോചനകൾ പണിയുന്നത് ഞാൻ അറിയാതെ, എനിക്കെതിരായി ആരോ ഒക്കെ പുറകിൽ നിന്ന് പറയുന്നു, എടുക്കുന്നു, എനിക്ക് എതിരായി അത് ആയിത്തീരുന്നു. ഇന്ന് കർത്താവ് അതിനെ എങ്ങനെയാണോ ഇസ്രായേൽ ജനത്തിൻ്റെ പിന്നാലെ ചെന്ന ശത്രു സൈന്യത്തിൻ്റെ മേൽ നോക്കിയപ്പം അവർ പരിഭ്രാന്തരായിപ്പോയി, അതേപോലെ കർത്താവ് കണ്ടിട്ടുണ്ട്, കർത്താവ് കേട്ടിട്ടുണ്ട്. അല്പസമയം തീരുന്നതിന് മുമ്പ് ഒരു പരിഭ്രാന്തം കാണാൻ സാധിക്കും. ഹല്ലേലൂയ. ഇന്ന് ആ ഗൂഢാലോചന പറയുന്നവരെ എടുക്കുന്നവരെയും അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം. അനുഗ്രഹിക്കും തോറും അവർ പോലും എന്താ പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാകാതെ ആയിപ്പോകും. സ്തോത്രം. കർത്താവിന് കലിബിലയാക്കി തീർക്കാൻ അറിയാം. ബാബേൽ പണിയുന്നവർ അവർ പറഞ്ഞു, ആകാശം മുട്ടെ പണിയും, ഞങ്ങളെപ്പോലെ ആരുണ്ട്? പക്ഷേ കർത്താവിൻ്റെ വചനം കിടക്കുന്നത് അവർ ഒരുമിച്ച് നിന്ന് ആലോചിച്ചതിനെ കർത്താവ് കലിബിലയാക്കി കളഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് ചിലതിനെയൊക്കെ കലിബിലയാക്കി കളയാൻ പോകുന്ന ദിവസമാണ്. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് ചിലതിനെയൊക്കെ കൺഫ്യൂഷനാക്കി തീർത്ത് കളയാൻ പോകുന്ന ദിവസമാണ്. ഇന്ന് വിളിച്ചു പറയണം, എനിക്കെതിരായി ആരുടെയും വാക്കുകളും ഒന്നും എനിക്കെതിരായി നിൽക്കത്തില്ല. കർത്താവ് സകലതിനെയും പൊളിച്ചു കളയുന്ന ഇന്ന് ചില ഭൂകമ്പങ്ങളൊക്കെ നന്മയ്ക്ക്. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. അമിതമായ വയറുവേദന, വയറിൻ്റെ നടുവിലുള്ള ശക്തമായ വേദന യേശു കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം.